തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. 48 മണിക്കൂർ കുട്ടിയുടെ കാര്യത്തിൽ നിർണായകമെന്ന് ഡോക്ടർ. കുട്ടി പ്രതികരിക്കുന്നില്ല. കുട്ടിയെ രണ്ടാനച്ഛൻ മുൻപും ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി തെളിഞ്ഞു. ഇതേക്കുറിച്ച് അധ്യാപകരോട് പറഞ്ഞതിലുള്ള പ്രതികാരമായാണ് കുട്ടിയെ നിലത്തേക്കെറിഞ്ഞതെന്നാണ് പോലീസ് നിഗമനം. ഇന്നത്തെ സ്കാൻ വളരെ മോശമായ രീതിയിലാണ് കാണുന്നത്. രക്തഓട്ടം നഷ്ടപ്പെട്ട രീതിയിൽ സഫീഷ്യൻ്റ് ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടാകാതെ തലയൊട്ടിക്ക് ഫ്രാക്ചർ ഉണ്ടാകില്ല. അത് വീഴ്ചകളിൽ നിന്നോ അല്ലെങ്കിൽ അസോൾട്ട് അടി പോലത്തെ ശരീരമാസകലം പരിക്കുള്ള സ്ഥിതിക്ക് ഒരു അസോൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വീഴ്ചയിൽ നിന്നുണ്ടാകും. വീഴ്ചയിൽ നിന്ന് നമുക്ക് ശ്വാസകോശത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ശ്വാസകോശത്തിനായിട്ട് പരിക്ക് പറ്റുന്നത് നമുക്ക് വാരിയലുകൾക്ക് പൊട്ടലില്ലെങ്കിൽ പോലും ശ്വാസകോശത്തിന് പരിക്കുണ്ടായാൽ നമുക്ക് എയർ ലീക്ക് ഉണ്ടാകാം. അത് വയറിനുള്ളിലേക്കും കടന്നിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, 48 മണിക്കൂർ നിർണായകമെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്? അരുണിക, തികച്ചും അപകടകരമായൊരു സാഹചര്യത്തിൽ കൂടിയാണ് കുട്ടി കടന്നു പോകുന്നത് എന്നാണ് അല്പസമയം മുമ്പ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ന്യൂറോ വിഭാഗത്തിൻ്റെ തലവൻ ഡോക്ടർ G. ശ്രീകുമാർ പറഞ്ഞത്. സ്കാനിങ്ങുകൾ ഇന്നലെ വന്നപ്പോഴും ഇന്ന് രാവിലെയുമൊക്കെ എടുത്തിരുന്നു. യാതൊരു പുരോഗതിയും നിലവില്ല. മരുന്നുകളോടോ മറ്റ് യാതൊരു പ്രതികരണങ്ങളോ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ലെന്ന് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്തും വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് കുട്ടി ശ്വസിച്ചിരുന്നത്. ഇപ്പോഴും അത്തരത്തിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസമാണ് കുട്ടിയുടെ ഭാഗത്തു നിന്നും കൈക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും സ്വാഭാവികമായി ശ്വസിക്കുന്നതിനുള്ള ഒരു പ്രതികരണ ശേഷി കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. എന്തായാലും 48 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം വെന്റിലേറ്റർ നീക്കുന്നതിനുള്ളൊരു ശ്രമമാണ്, അത്തരത്തിലൊരു ആലോചനയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 48 മണിക്കൂർ കുട്ടിയുടെ ജീവനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് എന്ന് ഡോക്ടർ പറയുകയും ചെയ്യുന്നു. ശ്വാസകോശത്തിന് വലിയ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. മറ്റ് ശരീരത്തിൽ പരുക്കുകൾ ഉണ്ട് എങ്കിൽ പോലും വാരിയിൽ ഒടിയുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരുക്കുകൾ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ ക്രൂരമായ മർദ്ദനം പ്രകടമാക്കുന്ന തരത്തിലുള്ള തെളിവുകളും ഉണ്ട്. എന്തായാലും അമ്മ ഇപ്പോഴും കുട്ടിയുടെ കൂടെ ICUവിൽ തന്നെയുണ്ട്. അമ്മയുടെ മൊഴി രേഖപ്പെടുത്താനായി തൊടുപുഴയിൽ നിന്നുള്ള പോലീസ് സംഘം ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം കസ്റ്റഡിയിലുള്ള അരുൺ ആനന്ദിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീളുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 4 വയസ്സുകാരൻ്റെ മൊഴിയെ തുടർന്നാണ് അല്ലെങ്കിൽ 4 വയസ്സുകാരൻ കാര്യങ്ങൾ വിശദീകരിച്ചതിനെ തുടർന്നാണ് ചേട്ടൻ അനുഭവിച്ച വലിയ ക്രൂരതയുടെ കഥകൾ പുറത്തേക്ക് എത്തിയത്. എന്തായാലും ഒരു വശത്ത് നിയമ നടപടികൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും അവസാനവട്ട ശ്രമങ്ങളും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രേണുക. അനീഷ്, കൂടുതൽ വിദഗ്ധ ചികിത്സയുടെ ആവശ്യമുണ്ടോ? കുട്ടിയെ അവിടെ നിന്നും മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമോ മറ്റോ പരിഗണിക്കുന്നുണ്ടോ? അത്തരമൊരു സാഹചര്യം നിലവിൽ അതിന് പര്യാപ്തമായ ഒരു അവസ്ഥയിലല്ല കുട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ കുട്ടിയുടെ അവസ്ഥ അതീവ ദയനീയമായിരുന്നു. ഇതിനുശേഷം ആശുപത്രിയിൽ വന്ന ഉടൻ തന്നെ തലച്ചോറ് തുറന്ന് രക്തം കട്ടയായത് നീക്കം ചെയ്യുന്നതിനുള്ള അടിയന്തര ശസ്ത്രക്രിയ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് നിരീക്ഷണം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് മറ്റ് ആശുപത്രികളിലേക്ക് നീക്കുന്നത് എത്രമാത്രം പ്രായോഗികമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് എത്ര ഗുണമുണ്ടാവുക എന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇടുക്കി DMOയോടും മറ്റ് ആരോഗ്യവകുപ്പിലെയും പോലീസിലെയും ഒക്കെ അധികൃതരോട് കുട്ടിയുടെ ആരോഗ്യ സ്ഥിതി കൃത്യമായി നിരീക്ഷിക്കണമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളുള്ള മറ്റേതെങ്കിലും ആശുപത്രികളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇവർ അല്പസമയത്തിനകം ഇവിടെ എത്തി ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തും. ഉന്നത ഡോക്ടർമാരുടെ വൈദ്യ പരിശോധനാ സംഘം തന്നെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിനുശേഷമാവും അന്തിമമായി ഈ ആശുപത്രിയിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റണമോ മറ്റ് വിദഗ്ധ ചികിത്സ നൽകണമോ എന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാവും. എന്തായാലും മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോൾ കുട്ടി നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. രേണുക. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മുതിർന്ന കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ശുഭകരമായതൊന്നും വാർത്തകളായി വരുന്നില്ല. അപ്പോഴും വെന്റിലേറ്ററിലാണ് കുട്ടി ചികിത്സയോട് പ്രതികരിക്കുന്നില്ല എന്നും ഡോക്ടർമാർ പറഞ്ഞതായി MS അനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. തൊടുപുഴയിൽ രണ്ടാനച്ഛൻ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. കുട്ടിയുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വളരെ ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്.
കുട്ടികൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണവും വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കില്ല. ഇതില് വനിതാ ശിശു വികസന വകുപ്പ് ഈ കാര്യത്തിൽ നിരന്തരമായിട്ടുള്ള പ്രചരണ പരിപാടികൾ അവയർനെസ്സിന് വേണ്ടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ ഇടപെടുകയും കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കർശന നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് പൊതുവെ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ബാലാവകാശ കമ്മീഷനും അതുപോലുള്ള സംവിധാനങ്ങളും UNODCയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമത്തിന്റെ ഏറ്റവും കടുത്ത ശിക്ഷ നൽകാൻ കഴിയുന്ന എല്ലാ നടപടിക്രമങ്ങളും ഈ കേസിലും ഞങ്ങൾ സ്വീകരിക്കും. മർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ കുടുംബം തൊടുപുഴയിൽ താമസത്തിനെത്തിയത് 1 മാസം മുൻപാണെന്ന് അയൽവാസികൾ പറഞ്ഞു. നാട്ടുകാരുമായി കുടുംബം ബന്ധം പുലർത്തിയിരുന്നില്ല. 4 വയസ്സുള്ള ഇളയ കുട്ടി മണിക്കൂറുകളോളം വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞതായും അയൽവാസി പറഞ്ഞു. കൊച്ച് തന്നെയായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു കിടന്നിരുന്നത്. ബെഡ് സോഫയിൽ ഫ്രണ്ട് ഹാളിൽ ഡോറ് തുറന്ന് കിടക്കുന്നു. ഹാളിൽ വെറുതെ കിടക്കുക കൊച്ച്. ഞങ്ങൾ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിരുന്നു. എല്ലാം തുറന്നു കിടക്കുമായിരുന്നു. ഒന്നും അറിയില്ല. ഞങ്ങൾ അറിയുന്ന ഇവരെ പറ്റി 1 മാസമായുള്ള ഇവിടെ വന്നിട്ട്. അപ്പം ഇവരെ പറ്റി യാതൊരു ഇവർ തിരുവനന്തപുരംകാരാന്നൊക്കെ പറഞ്ഞു. നമ്മൾ കൂടുതലായിട്ട് ഞങ്ങൾ എടുക്കാറില്ല. കടലൊക്കെ പോകുന്നുണ്ട് ഇവരൊക്കെ. പക്ഷേ ആൾക്കാർ ഇവരുടെ കാലൊടിച്ചിരിക്കാൻ പറ്റും. അവനങ്ങനെ പോകുന്നില്ല പുറത്തേക്ക്, ഈ അരുണെന്ന് പറയാൻ. പക്ഷെ അത്ര പന്തിയാവും തോന്നില്ല. അവൻ്റെ ജീവിത രീതിയൊക്കെ കണ്ടപ്പോൾ പന്തിയാവും തോന്നില്ല. അതൊന്നും കേട്ട് അറിയില്ല. കുട്ടികൾ എടുത്ത് കളിക്കാറുണ്ട്. അവരുടെ മുറ്റത്ത് നിന്ന് കളിക്കാറുണ്ട്. കുട്ടികൾ കളിക്കണം കാണാറുണ്ട്. അത്രേ ഉള്ളൂ. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് വിളിക്കുമ്പോൾ ഈ സംഭവം പറയണേ, ഈ കൊച്ചിങ്ങനെ ഒന്നിൻ്റെ സംഭവം ഉണ്ടായിട്ടുണ്ട്, കൊച്ചിനെ എടുത്തുകൊണ്ട് വരാമോ, അതിനെ സംരക്ഷിക്കാമോ എന്ന് ചോദിച്ചു. ശരി നോക്കാം. ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിൽ പോലും രണ്ടാമത് ഞങ്ങൾ ആലോചിച്ചപ്പം കൊണ്ടുവരാൻ സാറിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, അപ്പോൾ കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പോരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൊച്ചിനെ എടുക്കാൻ പോയത്. നാട്ടുകാരുടെ പ്രതികരണമാണ് കേട്ടത്. 1 മാസം മുൻപ് മാത്രമാണ് ഈ കുടുംബം അവിടെ താമസത്തിനെത്തിയത് എന്നാണ് അവർ പറയുന്നത്. ഇളയ കുട്ടി ഒറ്റയ്ക്കായിരുന്നു മണിക്കൂറുകളോളം വീട്ടിൽ എന്ന് പറയുന്നു. എന്നാൽ അന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് ബഹളമോ മറ്റോ അവർ കേട്ടിരുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. എന്തായാലും അതിക്രൂരമായ മർദ്ദനമാണ് 2 കുട്ടികൾക്കും ഏൽക്കേണ്ടി വന്നത്. അതിൽ 7 വയസ്സുള്ള മൂത്ത കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ ഒന്നും പറയാനാകില്ല എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. 48 മണിക്കൂർ നിർണായകമാണ് എന്നും ഡോക്ടർമാർ പറയുന്നു. ഇളയ കുട്ടിക്കും പരിക്കുകളേറ്റിട്ടുണ്ട്. ഇളയ കുട്ടിയും ചികിത്സയിലാണ്. മൂത്ത കുട്ടിക്കൊപ്പമാണ് അമ്മയുള്ളത്. ഇവരുടെ സുഹൃത്തായ യുവാവ് പോലീസ് കസ്റ്റഡിയിലാണ്. അയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മൂത്ത കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. MS അനീഷ് കുമാർ അവിടെ നിന്നും ചേരുന്നുണ്ട്. അനീഷ്, ഈ കുട്ടികളെ അതിക്രൂരമായി മർദ്ദിച്ച അമ്മയുടെ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. അയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണോ? അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാഹചര്യം എത്രമാത്രം? രേണുക, തീർച്ചയായും ഇന്നലെ ഏതാണ്ട് ഉച്ച തിരിഞ്ഞ് മുതൽ ഇയാൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഔദ്യോഗികമായ ചില സ്ഥിരീകരണങ്ങൾ പോലീസിന് വേണ്ടതുണ്ടായിരുന്നു. കാരണം ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആദ്യം സംശയം പ്രകടിപ്പിച്ചത് ഈ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരായിരുന്നു. അവർ ആദ്യം പ്രകടമായി തന്നെ ചില ലക്ഷണങ്ങൾ കുട്ടിയുടെ ശരീരത്ത് കണ്ട് വലിച്ചെറിഞ്ഞതിൻ്റെയോ അല്ലെങ്കിൽ ഭിത്തിയിൽ തലയിടിപ്പിച്ചതോ അത്തരത്തിലുള്ള ഒരു പരുക്ക് ആയിരിക്കാം എന്നൊരു നിഗമനത്തിൽ തൊടുപുഴ ആശുപത്രിയിലെ ഡോക്ടർമാരെത്തുകയും അവർ പോലീസിനെയും ചൈൽഡ് ലൈനെയും വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസിൻ്റെ ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ ചില സൂചനകൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഈ അരുണിനെ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് മാറ്റിയത്. എന്നാൽ കുട്ടി സെറ്റിയിൽ നിന്നും താഴേക്ക് വീണതാണ് എന്ന നിലപാടിലായിരുന്നു അരുൺ ഉറച്ചുനിന്നത്. ആദ്യഘട്ടത്തിൽ കുട്ടിയുടെ അമ്മയും ഏതാണ്ട് ഇതിനോട് യോജിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ആണ് പറഞ്ഞത്. എന്നാൽ ഇതിൽ പിന്നീടാണ് രണ്ടാമതൊരു കുട്ടി കൂടി ഈ വീട്ടിലുണ്ടായിരുന്നു എന്ന പോലീസിന് വിവരം ലഭിക്കുകയും കൺട്രോൾ റൂമിൽ നിന്നും വിവരം നൽകിയതനുസരിച്ച് അയൽവാസി
അയൽവാസികൾ വീട്ടിലെത്തി 4 വയസ്സുകാരനായ ഇളയ കുട്ടിയെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. ഇതിനുശേഷമാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഈ കുട്ടിയെ കാണുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തത്. ഈ കുട്ടിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിലാണ് ശരിക്കും ഇക്കാര്യത്തിൽ നിർണായകമായത്. കുട്ടി കൃത്യമായി തന്നെ സഹോദരനെയും തന്നെയും ഈ രണ്ടാനച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ സുഹൃത്ത് മർദ്ദിച്ചു എന്ന് മൊഴി നൽകുകയും ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് രണ്ടാമത് ഈ കുട്ടിയുടെ അമ്മയോട് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ ഒരു പരിധിവരെ കാര്യങ്ങൾ സമ്മതിച്ചു എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. എന്നാൽ ഈ കൂടെയുള്ള സുഹൃത്തിനെ അല്ലെങ്കിൽ ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആളെ അരുണിനെ ഭാര്യയ്ക്ക് വലിയ പേടിയുള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെയും തൻ്റെയും ജീവന് സുരക്ഷയുള്ളൊരു സാഹചര്യത്തിലായിരിക്കാം ഇത്തരത്തിൽ ഈ ആൾക്ക് അനുകൂലമായൊരു നിലപാട് എടുത്തത് എന്നും പോലീസ് കരുതുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം പോലീസ് വീണ്ടും ഈ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമാവും അരുണിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായി ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ഇതിനു മുമ്പും ഇത്തരത്തിൽ ഈ കുട്ടികളെ ഇയാൾ മർദ്ദിച്ചിരുന്നു എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. മർദ്ദിച്ച വിവരം കഴിഞ്ഞ ദിവസം ഈ 7 വയസ്സുകാരൻ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടി അധ്യാപകരോട് പറഞ്ഞിരുന്നു. ഈ അധ്യാപകനോട് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്നുള്ള പകയാണ് ഇത്തരത്തിൽ വലിയൊരു ക്രൂരകൃത്യം ചെയ്യാൻ ഇയാളെ പ്രേരിപ്പിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതാണ്ട് 1 മാസം മാത്രമേ കുമാരമംഗലത്ത് ഇവർ താമസത്തിന് എത്തിയിട്ടാവുന്നുള്ളൂ. കുട്ടികളുടെ അച്ഛൻ 10 മാസം മുമ്പാണ് മരിച്ചത്. തൊടുപുഴയിൽ ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരൻ ആയിരുന്നു അച്ഛൻ. ഇതിനു ശേഷമാണ് ഈ അച്ഛൻ്റെ മാതൃ സഹോദരി പുത്രനായ അരുൺ ഇവരോടൊപ്പം ചേർന്നത്. ഔദ്യോഗികമായി വിവാഹമടക്കം കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് നാട്ടുകാരിൽ നിന്നും വിവരം മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും നാട്ടിലാർക്കും ഇയാളെ പറ്റി വലിയ കാര്യമായ മതിപ്പില്ല. പറഞ്ഞവരൊക്കെ അത്ര നല്ല രീതിയിലല്ല ഇയാളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ നാട്ടുകാരുമായി വലിയ സമ്പർക്കത്തിനൊന്നും പോകുന്ന തരത്തിലുള്ള ആളുമായിരുന്നില്ല അരുൺ. എന്തായാലും വലിയ ക്രൂരകൃത്യം തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കൃത്യമാണ് ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ്റെ വളപ്പിൽ ഇയാൾ സഞ്ചരിച്ച കാർ ഇട്ടിട്ടുണ്ട്. കാറിനകത്തു നിന്നും ഒരു കോടാലിയും പാതി നിലയിലുള്ള ഒരു മദ്യക്കുപ്പിയും അടക്കമുള്ള സാധന സാമഗ്രികളും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ലഹരിക്ക് അടിമയാണോ ആയിരുന്നോ എന്ന ഒരു സംശയവും പോലീസിനിപ്പോൾ ഉണ്ട്. രേണുക. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അനീഷ്, ഇവിടെ ഇളയ കുട്ടിയിൽ നിന്നുമാണ് പോലീസ് അധികൃതർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇളയ കുട്ടിയിൽ നിന്നുമാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി അധ്യാപകരോട് ഈ കുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചു. അതിൻ്റെ പകയാണ് ഈ രീതിയിൽ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ അധ്യാപകരുടേതുൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്താനും മറ്റുമുള്ള നീക്കം ഉണ്ടോ? തീർച്ചയായും വളരെ വിശദമായ അന്വേഷണം തന്നെ പോലീസ് നടത്തുമെന്നാണ് നമ്മൾ അല്പസമയം മുമ്പ് തൊടുപുഴ പോലീസുമായും ഒപ്പം ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രയേറെ ക്രൂരമായ നടപടികളാണ് ഈ കുട്ടികളോട് ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ രണ്ടാനച്ഛനും അമ്മയും കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം 7 വയസ്സുകാരനെ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്ത് ഇളയ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ കുട്ടിയെ സുരക്ഷിതമായി അയൽവക്കത്തെ വീട്ടിൽ ഏൽപ്പിക്കുന്നതിന് പോലുമുള്ള ഒരു നിലപാട് ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്നുണ്ടായ ആ കുട്ടിയെ വീട്ടിൽ ആക്കി വീടിൻ്റെ വാതിലുകളും ജനലുകളും ഒക്കെ തുറന്നിട്ട ശേഷമാണ് പോയത്. കൺട്രോൾ റൂമിൽ നിന്നും പോലീസ് വിവരം അറിയിച്ച് അയൽവാസിയായ ആൾ വീട്ടിലെത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പേടിച്ചരണ്ട് വീട്ടിലെ സോഫായിൽ വസ്ത്രങ്ങൾ പോലും ധരിക്കാതിരുന്ന ഒരു 4 വയസ്സുകാരൻ്റെ ചിത്രമാണ് ഈ അയൽവാസികൾക്ക് കാണാൻ കഴിഞ്ഞത്. പേടിച്ചരണ്ട് ഒരാളോട് മിണ്ടാൻ പോലും പര്യാപ്തൻ ആവാത്ത വിധം ഉള്ള ഒരു ബാലനെയാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. വളരെ സങ്കടത്തോടു കൂടിയാണ് അയൽവാസികൾ നമ്മളോട് ഇക്കാര്യം പറഞ്ഞത്. പലർക്കും പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനും മടിയുണ്ടെങ്കിൽ പോലും അയൽവാസികൾ അത്തരത്തിലാണ് പറഞ്ഞത്. അതിനുശേഷമാണ് അവർ ഏതാണ്ട് ഈ രണ്ടാനച്ഛനും അമ്മയും ഈ മൂത്ത കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോയി മണിക്കൂറുകൾക്ക് ശേഷം ഏതാണ്ട് പുലർച്ചയോടെയാണ് അയൽവാസികളെത്തി ഈ ഇളയ കുട്ടിയെ അവിടെ നിന്നും തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ചൈൽഡ് ലൈൻ പ്രവർത്തകർ എത്തി കൊണ്ടുപോവുകയും ചെയ്ത് തുടർന്ന് ഇന്നലെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് കുട്ടിക്ക് ചികിത്സ നൽകിയിരുന്നു. ഇതിനുശേഷം ഒരു ബന്ധുവിൻ്റെ പക്കൽ കുട്ടിയെ രാത്രി ഏൽപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും ചൈൽഡ് ലൈൻ്റെ പക്കൽ കുട്ടിയെ ഏൽപ്പിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കുട്ടികളുടെ സുരക്ഷ ഏറ്റെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് ചൈൽഡ് ലൈൻ നമ്മോട് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും വളരെ ക്രൂരമായ നിന്ദ്യമായ ഒരു കൃത്യം തന്നെയാണ് അരുൺ ആനന്ദിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ തന്നെ കേസ് കൈകാര്യം ചെയ്യും എന്നാണ് പോലീസും ചൈൽഡ് ലൈനും പറയുന്നത്. ഒപ്പം കുട്ടികളുടെ സുരക്ഷ ഏറ്റെടുക്കുന്ന കാര്യത്തിലും ഏതാണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു. വേണമെങ്കിൽ ഈ 7 വയസ്സുകാരനായ കോലഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്ക് വിദഗ്ധ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതിനെക്കുറിച്ചും സർക്കാർ തലത്തിൽ ആലോചനകൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും വിദഗ്ധ ഒരു ഡോക്ടർമാരുടെ സംഘം തന്നെ അല്പസമയത്തിനകം ഈ
കുട്ടിയെ പരിശോധിക്കും. ഇതിനുശേഷമാവും ഇത്തരം അടക്കമുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായൊരു തീരുമാനം എടുക്കുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അനീഷ്, മുഖ്യമന്ത്രി തന്നെ ശക്തമായ നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആ നിലയ്ക്ക് ഗൗരവമായാണ് ഈ വിഷയത്തെ കാണുന്നത്. അപ്പോൾ പോലും അയാളുടെ അറസ്റ്റ് വൈകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ മുതൽ കസ്റ്റഡിയിലുണ്ട്, ഇളയ കുട്ടിയുടെ മൊഴിയുണ്ട്, മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ വരുമ്പോഴും അറസ്റ്റ് വൈകുന്നത് എന്തുകൊണ്ടാണ്? രേണുക, ഈ സംബന്ധിച്ച നിയമപരമായ ചില കാര്യങ്ങളാണ് അവശേഷിക്കുന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ ആദ്യം ഇവർ രണ്ടുപേരും, ഈ രണ്ടാനച്ഛനും അമ്മയും ആശുപത്രിക്കാരോട് നൽകിയതും ഒപ്പം പോലീസിന് നൽകിയ മൊഴിയും കുട്ടി സെറ്റിയിൽ നിന്നും താഴേക്ക് വീണു എന്ന തരത്തിലായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇളയ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തില അല്ലെങ്കിൽ കർശനമായ ഒരു മൊഴി പുറത്തേക്ക് വന്നിരുന്നില്ല ചൈൽഡ് ലൈനോട്. കാരണം ഒരുപക്ഷെ ഈ രണ്ടാനച്ഛൻ വീണ്ടും തന്നെ പീഡിപ്പിക്കുമോ അല്ലെങ്കിൽ അമ്മയെ ഉപദ്രവിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ കുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കാം. ഒപ്പം സഹോദരൻ നേരിടേണ്ടി വന്ന അവസ്ഥ അല്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലായ ഒരു അവസ്ഥയിലേക്ക് സഹോദരൻ നീങ്ങിയിരിക്കും എന്ന കാര്യം ഒരുപക്ഷെ ഈ കുട്ടിക്ക് അറിയുകയുണ്ടാവില്ല. കാരണം വെറും 4 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. എന്നാൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ പിന്നീട് വളരെ കുട്ടിയെ വിശ്വാസത്തിലെടുത്ത ശേഷം വളരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ശേഷമാണ് കുട്ടി ഓരോന്നുമായി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ കുട്ടി നൽകിയ മൊഴിക്ക് കാര്യമായ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇതിന് ശേഷമാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വളരെ വിശദമായി കൗൺസിലർമാരുടെ അടക്കം സാന്നിധ്യത്തിൽ കുട്ടിയെ ഇടയിൽ നിന്നും മൊഴിയെടുത്തത്. അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത്. ഇത്തരത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തുനിന്നും മറ്റൊരു മൊഴിയും കുട്ടിയുടെ ഭാഗത്തുനിന്ന് മാത്രം ഈ രണ്ടാനച്ഛനെതിരെ മൊഴിയും വന്ന സാഹചര്യത്തിലാണ് ആദ്യ ഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരല്പം നടപടിക്രമങ്ങളിൽ താമസം ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഇന്നലെ സംഭവം നടന്ന സമയത്ത് തന്നെ ഈ പ്രതി എന്ന ഈ രണ്ടാനച്ഛനെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ അവരുടെ കൈവശം തന്നെ ആൾ ഇപ്പോഴുമുണ്ട്. ഔദ്യോഗികമായ ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് താമസമുണ്ടായിരിക്കുന്നത്. പ്രതി എന്തായാലും ഇന്നലെ മുതൽ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. രേണുക, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. 48 മണിക്കൂർ കുട്ടിയുടെ കാര്യത്തിൽ നിർണായകമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കുട്ടി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. കുട്ടിയെ രണ്ടാനച്ഛൻ മുൻപും ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി തെളിയുകയും ചെയ്തു. ഗുരുതരാവസ്ഥയിലാണ്. പൂർണ്ണമായും വെന്റിലേറ്റർ സപ്പോർട്ടിലൂടെ കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ഇന്നലെ തലയോട്ടിക്ക് ഫ്രാക്ചറും തലച്ചോറിനുള്ളിൽ രക്തസ്രാവവും ഉണ്ടായിരുന്നു. ആ രക്തസ്രാവം ഇന്നലെ തന്നെ നീക്കം ചെയ്തു. പക്ഷേ ഇന്നത്തെ സ്കാൻ എടുത്തതിൽ നമുക്ക് തലച്ചോറിൻ്റെ രക്തഓട്ടം ഏതാണ്ട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ രോഗി പൂർണ്ണമായിട്ട് വെന്റിലേറ്റർ സഹായത്തിൽ ആണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കുണ്ട്. ശ്വാസകോശത്തിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്, വയറിനുള്ളിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്, ശരീരമാസകലം ചതവുകളും. ഇപ്പം നമ്മൾ പൂർണ്ണമായിട്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാത്രമാണ് ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. യാതൊരു റെസ്പോൺസും കുട്ടിയുടെ കൈകാലിൽ അനക്കുകയോ ബാക്കിയുള്ള റെസ്പോൺസും ഒന്നുമില്ല. സ്വന്തമായി ശ്വാസം എടുക്കാനുള്ള ശ്രമങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് എന്തായാലും 48 മണിക്കൂർ പൂർണ്ണമായിട്ട് വെന്റിലേറ്ററിൽ ഒബ്സർവ് ചെയ്യണം, എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നറിയാൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കൂടുതൽ വെന്റിലേറ്റർ തുടരണോ വേണ്ടതെന്നുള്ള തീരുമാനങ്ങൾ.